നമ്മൾ ഓർക്കുന്നുണ്ടാവും 2024 അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒരു തർക്കം ഉണ്ടായിരുന്നു. അതാണ് ഗണേഷ് കുമാർ അധികാരത്തിൽ കയറി ഉടനെ തന്നെ മന്ത്രിയായി ഉടനെ തന്നെ ഉണ്ടായ ഒരു തർക്കം. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനോട് ഗണേഷ് കുമാറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ഓർക്കണം, ഇലക്ട്രിക് ബസ്സുകൾ സൗജന്യമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തന്നിരുന്നത്. എന്നാൽ അത് വാങ്ങാൻ അയാൾ തയ്യാറായില്ല. അതിന് പകരം കിഫ്ബിയിൽ നിന്നോ മറ്റോ ഏതോ 107 കോടി രൂപയോ മറ്റോ വായ്പ ബസ് വാങ്ങുമെന്നൊക്കെയുള്ള വിവാദങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് പിണറായി വിജയൻ്റെ കുടുംബവും ഗണേഷ് കുമാറിൻ്റെ കുടുംബവും ഒക്കെ കൂടെ ചേർന്നിട്ട് ഈ സിംഗപ്പൂർ, മാനില എന്നീ രാജ്യങ്ങളിൽ വിദേശ പര്യടനത്തിന് പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിദേശയാത്ര സ്പോൺസർ ചെയ്തത് ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ബസ് നിർമ്മാണ കമ്പനിയാണ് എന്നാണ്. ആ സ്വകാര്യ നിർമ്മാണ കമ്പനിയുടെ ബസ്സുകളാണ് പിന്നീട് KSRTC വാങ്ങിയത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സൗജന്യമായി ലഭിക്കുമായിരുന്ന ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാതെ ഒരു പ്രത്യേക സ്വകാര്യ ബസ് നിർമ്മാതാക്കളിൽ നിന്ന് ഒരു 300 ബസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാട്, അതിൻ്റെ ഡീല് നടന്നത് ഈ സിംഗപ്പൂർ മാനില ട്രിപ്പുമായി ബന്ധപ്പെട്ടാണെന്നും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ഗണേഷ് കുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ വിദേശ യാത്ര ഏർപ്പാടാക്കി കൊടുത്തത്, അതിൻ്റെ ചെലവുകൾ മുഴുവൻ വഹിച്ചത് ഒരു സ്വകാര്യ ബസ് നിർമ്മാണ കമ്പനിയാണ് എന്നുമുള്ള ആരോപണം ശക്തമായി ഉയർന്നു നിൽക്കുന്നുണ്ട്.